ഞാൻ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സാപ്പ് എങ്ങനെ സേഫായിട്ട് ലോക്ക് ചെയ്ത് വെക്കാം എന്നതിന് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. ഇന്ന് ആരുടെ കയ്യിൽ ഒരു ആൻഡ്രോയിഡ് മൊബൈൽ കിട്ടിയാലും അവർ ഫസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് ഒരു ആപ്ലിക്കേഷൻ വാട്സാപ്പും, രണ്ടാമത് ആ ഒരു മൊബൈലിലെ ഗ്യാലറിയും ആയിരിക്കും. ഒരാളുടെ കയ്യിലേക്ക് ഒരു മൊബൈൽ കിട്ടിയാലും ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. എന്നാൽ വാട്സാപ്പിൽ നമ്മളുടേതായി ഇപ്പോൾ എൻ്റെ മൊബൈലിൽ തന്നെ എൻ്റെ ഫാമിലി എന്നുള്ളതാണേലും സുഹൃത്തുക്കൾ അയക്കുന്നതാണേലും ഒരുപാട് ഫോട്ടോസോ വീഡിയോസോ ഒക്കെ വരുന്നുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾക്ക് താഴെയായിട്ട് കാണാം 112 മെസ്സേജ് വന്ന് കിടക്കുന്നു. ഇത് ഇങ്ങനെ കാണും, നോട്ടിഫിക്കേഷനിൽ ഇങ്ങനെ കാണുമ്പം തന്നെ എൻ്റെ ഫോൺ കിട്ടുന്ന ഒരാൾ ഫസ്റ്റ് വാട്സാപ്പ് ആയിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. എന്നാൽ ഇത് എങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാം എന്നാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് മുകളിൽ വെക്കുന്നുണ്ട്. ആവശ്യമുള്ള സുഹൃത്തുക്കൾ അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കില്ല കാണുന്നത്. നിങ്ങൾ ഒരു പാസ്വേഡ് ചോദിക്കും. നിങ്ങളുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് വീണ്ടും രണ്ടാമത്തെ ബോക്സിൽ ആ പാസ്വേഡ് തന്നെ കൺഫേം ടൈപ്പ് ചെയ്ത് കൊടുത്ത് കൺഫേം കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. ഇനിയും നിങ്ങൾ ഇവിടെ കാണുന്ന എല്ലാം തന്നെ ഇനേബിൾ ആക്കി കൊടുക്കുക. ഈ ഒരു ഓപ്ഷൻ, ഹൈഡ് ഐക്കൺ എന്ന ഓപ്ഷൻ, നിങ്ങളിപ്പോൾ ഈ വാട്സാപ്പ് ലോക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ഹൈഡ് ചെയ്ത് ഇടണോ എന്നുള്ളതാണ്. നിങ്ങൾ ഇതും ഓപ്പൺ ചെയ്ത് എല്ലാം തന്നെ ഓൺ ആക്കി ഇട്ട് കൊടുക്കുക നിങ്ങളുടെ മൊബൈലിൽ. എങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്ത് ഇട്ടിട്ട് ഉണ്ട് എന്ന് അവർക്ക് കാണാൻ കഴിയാത്തത്. ഇല്ലെങ്കിൽ അവർക്ക് നോക്കുമ്പം തന്നെ അവർക്ക് കാണാൻ കഴിയും നിങ്ങളൊരു ആപ്ലിക്കേഷൻ വെച്ച് ഹൈഡ് ചെയ്ത് ഇട്ടിട്ട് ഉണ്ട് എന്നുള്ളത്. ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇതേപോലെ കാണിക്കും. ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൾ ബട്ടൺ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ ഹാഷ് അടിച്ചിട്ട് നിങ്ങൾ ഏത് പാസ്വേഡാണോ ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആ ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് കോൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇതേപോലെ ഓണായി വരൂ. ഇനിയും ഇതേപോലെ ഓണായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ സ്ക്രീനിൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണണം എന്നുണ്ടെങ്കിൽ താഴെയായിട്ട് ഹൈഡ് ഐക്കൺ എന്നുള്ളത് ഓഫാക്കി കൊടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ മൊബൈലിൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാൻ കഴിയൂ. അതുവരെ നിങ്ങളുടെ മൊബൈലിൽ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലായിട്ട് കാണാൻ കഴിയില്ല. ഇപ്പം എല്ലാം തന്നെ ഞാനിവിടെ ഓൺ ആക്കി കൊടുത്തപ്പോൾ ഉണ്ട്. ഇനി നമുക്ക് ബാക്ക് അടിക്കാം. ഇനി നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഫോണിലായിട്ട് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കാം. നിങ്ങൾക്കിപ്പോൾ ഇവിടെയായിട്ട് വാട്സാപ്പ് മാത്രമേ കാണാൻ കഴിയൂ. നമ്മൾ ലോക്ക് എന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഈ ഒരു മൊബൈലിൽ കാണാൻ കഴിയില്ല. ഇനി നമുക്ക് നമ്മുടെ വാട്സാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഒരു ലോക്ക്ഡ് വാട്സാപ്പ്, അൺകൗണ്ട് വാട്സാപ്പ് ഉള്ള ഒരു പേജ് മാത്രമേ കാണാൻ കഴിയൂ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സാപ്പ് എങ്ങനെ ഓപ്പൺ ആക്കാം എന്ന് ഞാൻ പറഞ്ഞുതരാം. മുകളിലായിട്ടുള്ള ആ ഒരു മെസ്സേജ് ബോക്സ് ചിഹ്നത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ഒന്ന് 3 പ്രാവശ്യം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ബോക്സ് തെളിഞ്ഞു വരും. ഇതേപോലെ ആയിരിക്കും കാണുന്നത്. ഞാനിപ്പം എൻ്റെ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്.
ഇപ്പോൾ ഇവിടെയായിട്ട് നിങ്ങൾക്ക് ആ ഒരു എൻ്റെ വാട്സാപ്പ് ഓപ്പൺ ആയത് കാണാൻ കഴിയും. ഇതേപോലെ തന്നെ നിങ്ങൾ ഇനിയും ബാക്ക് അടിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് തന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പം തന്നെ വാട്സാപ്പ് ലോക്ക് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ വീണ്ടും കയറുമ്പോൾ നിങ്ങൾക്ക് പഴയതുപോലെ തന്നെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് കയറേണ്ടി വരും. ഇനിയും നമുക്ക് ഈ ഒരു ഹൈഡ് ചെയ്ത ആപ്ലിക്കേഷൻ എങ്ങനെ അൺഹൈഡ് ആക്കാം എന്ന് നോക്കാം. കോളിങ്ങിൻ്റെത് ഓപ്പൺ ചെയ്യുക, അതിനുശേഷം ഹാഷ് അടിക്കുക, പിന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ശേഷം കോൾ ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ ഹൈഡ് ഐക്കൺ എന്നുള്ളത് ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ ആ ഒരു വാട്സ് ലോക്ക് എന്ന ആപ്ലിക്കേഷൻ സ്ക്രീനിലായിട്ട് വന്നേക്കുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അറിവുകൾ പരമാവധി സുഹൃത്തുക്കൾക്ക് കൂടി എത്തിക്കാൻ ശ്രമിക്കുക. അപ്പം മറ്റൊരു നല്ലൊരു ആപ്ലിക്കേഷനുമായിട്ട് വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.